ഇന്നത്തെ തെരച്ചിൽ വലിയ പ്രതീക്ഷയായിരുന്നു. അർജുന്റെ ലോറിയും അതുപോലെ തന്നെ അർജുനെയും കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് നിരാശയാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണ്ടായത്. എന്തായാലും ജിതിനും അതുപോലെ തന്നെ അർജുന്റെ സഹോദരിയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിനെ, എന്താണ് ഇന്നത്തെ ഇപ്പോൾ ലോറിയുടെ കുറച്ച് ഭാഗങ്ങൾ കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ അതല്ല, അത് മറ്റ് ഒരു ടാങ്കർ ലോറിയുടെ ഭാഗമായിരുന്നു. തീർച്ചയായിട്ടും ഒരു നിരാശ ഉണ്ട്. പക്ഷെ നിരാശ ഉണ്ടാകാൻ കാരണം നമ്മൾ നേവി ഇത് മാർക്ക് ചെയ്ത സ്ഥലത്തല്ല ഇതുവരെ ഈ ഡ്രഡ്ജിങ് ചെയ്തത്. അത് ഒരു നിരാശാജനകമായ കാര്യമാണ്. കാരണം ആദ്യം തന്നെ തുടങ്ങേണ്ടിയിരുന്നു. കാരണം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പോയി. ഇപ്പം ആദ്യത്തെ ഒരു ദിവസം തന്നെ നമ്മൾ ആ നേവി അത്രയും ശക്തമായ ഒരു മാർക്കിംഗ് ആണ് അവർ ചെയ്തത്. സോണാർ ടെസ്റ്റ് മൂലം അവർ മാർക്ക് അവിടെ ആയിരുന്നു ആദ്യം സെർച്ചിങ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അത് നടന്നിട്ടില്ല. നാളെ ഇനി അവിടെയാണ് തിരച്ചിൽ ആരംഭിക്കുക എന്നാണ് ഇപ്പം അറിയിച്ചിരിക്കുന്നത്. ഒരു പരാതി വരുന്നത് ഈശ്വർ മൽപ്പയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടുന്നില്ല, അത് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ല, ഈശ്വർ മാൽപ്പയും പിന്നെ മറ്റുള്ള ഡൈവേഴ്സും തന്നെ ആയിരുന്നു പറഞ്ഞത്. ഇനി അവരെ കൊണ്ട് ഇനി സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഡ്രഡ്ജർ എന്ന കൺസെപ്റ്റിലേക്ക് അന്നേ ഭരണകൂടം നമ്മളെല്ലാവരും പിന്നെ പോയത്. പിന്നെ ഇപ്പോൾ ഇനി ഒരു മുങ്ങി എടുക്കുന്നതിലൂടെ പിന്നെ എത്രത്തോളം അത് സാധ്യമാകും എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അദ്ദേഹം ഇറങ്ങുന്നതിലല്ല, അദ്ദേഹം ഇറങ്ങുന്നത് ഡ്രഡ്ജിങ് കൊണ്ടുള്ള തെരച്ചിലാണ് നമുക്ക് കുടുംബം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് എല്ലാം മുടക്കി ഡ്രഡ്ജർ കൊണ്ടുവന്ന ഡ്രഡ്ജിങ് ചെയ്യാതെ മറ്റ് കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് നഷ്ടമല്ല. ഒരു ലിമിറ്റഡ് സമയത്തേക്ക് മാത്രമാണ് ഈ ഡ്രഡ്ജിങ് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ ഡ്രഡ്ജിങ്ങിനെ ബാധിക്കും. മുങ്ങൽ ഒരു ഭാഗത്ത് നടക്കട്ടെ, പക്ഷേ ഡ്രഡ്ജിങ് അത് അതിന്റെ മുറയ്ക്ക് തന്നെ അത് നടക്കണം. എങ്കിൽ മാത്രം വലിയ പ്രതീക്ഷയോടെയാണ് ഇന്നിവിടെ എത്തിയത്. ഏത് രീതിയിലുള്ള തെരച്ചിൽ വേണമെന്നാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ? അല്ല, വന്ന സമയത്ത് അവിടെ ഒരു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവിടെ ആയിരിക്കും നമ്മുടെ ഡ്രഡ്ജിങ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മാറുക ചെയ്തത്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞാണ് തെരച്ചിൽ ഒരു ഭാഗത്ത് നടത്തണം, മുങ്ങിത്തെരച്ചിൽ അല്ല ഡ്രഡ്ജിങ്ങിൻ്റെത് ആ ഭാഗത്ത് നടക്കണം എന്നാണ്. ഡ്രഡ്ജിങ് വലിയ രീതിയിൽ നടന്നിട്ടില്ല. 3 ദിവസം പറഞ്ഞതിൽ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞു. അപ്പം അതിന്റെ ഒരു ആശങ്ക ഉണ്ട്. അതെ, അതാണ് ഈ ഡ്രഡ്ജിങ് സംവിധാനം. അത് ആ പൂർണ്ണ തോതിൽ അവരുടെ നേരത്തെ എങ്ങനെയാണോ തീരുമാനിച്ചത് ആ രീതിയിൽ വേണമെന്ന ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്നാലും നാളെ മുതൽ ഇനി ഒരു ദിവസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. 9 ദിവസമാണ് ഇനിയുള്ളത്. നാളെ മുതൽ ആ രീതിയിലുള്ള തെരച്ചിൽ വേണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നതും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം ശിരൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18.